ബിസിനസ്സുകാരനായ വിക്രം എന്നൊരു വ്യക്തി അയാൾ ഓഫീസിൽ പരിക്കേറ്റ നിലയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ആളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുന്നു. അപ്പം ആൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആൾ കഷ്ടിമുഷ്ടി പറയുന്നത് പെൻ എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പം അത് പറഞ്ഞതിന് ശേഷം പുള്ളി മരിച്ചു. അപ്പം ക്രൈം സീൻ ഇങ്ങനെയാണ്. ആ ഓഫീസ് മുറി, ടേബിളിൻ്റെ മുകളിൽ പേപ്പറുകൾ, പെൻ സ്റ്റാൻഡ്, 3 പേന, പിന്നെ ജനാല തുറന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ബലപ്രയോഗത്തിൻ്റെ അങ്ങനെ വലിയ അടയാളങ്ങളൊന്നുമില്ല. പിന്നെ താഴെ ഒരു പേന കിടക്കുന്നുണ്ട്. ഇനി ഇതിൽ സസ്പെക്റ്റുകളാണ്. അപ്പം ഫസ്റ്റ് ഈ പുള്ളിയുടെ അസിസ്റ്റൻറ്റ്, പിന്നെ ഉള്ളത് അവിടുത്തെ സെക്യൂരിറ്റിയാണ്, അത് കഴിഞ്ഞിട്ട് ഇയാളുടെ സെക്രട്ടറി. ഇത്രയാണ് ക്ലോസ്. ആരാണ് ഇതിലെ കൊലപാതകി? അതെ, എനിക്ക് പറയാൻ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ച് പറയുമ്പം ഈ രാജ്യത്തെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ബുദ്ധിമാന്മാരുമായ ആളുകളാണ് നമ്മുടെ കേരള പോലീസ്. അവരുടെ തൊഴിൽ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് ശരി എന്ന് പറയുന്ന കാർട്ടൂൺ, അതിൽ കണ്ടം ബുദ്ധി അതാന്ന് നമ്മളവിടെ ഇരുന്നപ്പോൾ ഒരു പൂച്ച വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അവൻ വിട്ടുപോയേ ഇല്ലേ? ഞാൻ വിചാരിച്ചില്ല മാർട്ടിനൊന്നും ഇത്ര സിമ്പിൾ ആണെന്നുള്ള വിവരം മനസ്സിലാക്കിയില്ല. ഞാൻ നേരെ തിരിച്ചു, നിങ്ങളൊക്കെ ഇത്ര സിമ്പിൾ ആണ് ഞാൻ വിചാരിച്ചില്ല. അല്ല, സാനിയ എഴുതുന്ന നമ്മൾ ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കുറെ പുതിയ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, നമുക്ക് ചെറിയ റാപ്പിഡ് ഫയർ ആയാലോ? അല്ല, സ്റ്റേജ് എന്ന് പറയുന്ന 3 വയസ്സ് മുതൽ സ്റ്റേജിൽ തുടങ്ങി ഉള്ളത് കൊണ്ട് 3 വയസ്സ് എനിക്കൊന്ന് പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്ന അല്ല, മലയാളി പ്രേക്ഷകർ എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോണറാണ് പോലീസ് കഥകളുമായിട്ട് വരുന്ന സിനിമകൾ. ഈ ഒരു മാസം അത്തരത്തിലൊരു സിനിമയും കൂടെ റിലീസാകാൻ പോവാണ്. ഇന്ന് നമ്മുടെ കൂടെ പട്ടമേശ്വര ടീമിൻ്റെ കൂടെ ഉള്ളത് ദൃഢം മൂവി ടീമാണ്. വെൽക്കം എവരിബഡി. നമുക്ക് ഈ ഫോർമൽ പരിപാടി അങ്ങ് വിടാല്ലേ? നമുക്ക് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് മൂഡ് പിടിക്കാം. റിലാക്സ്ഡ് അല്ലേ ഇപ്പം? എന്നാലും ഞാൻ ഏറ്റവും വലിയ റിലാക്സ് ഒരു ചെറിയൊരു പിടുത്തം വരുമല്ലോ. അല്ല, അതിനായിട്ട് നമ്മൾ സംസാരിക്കും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് തന്നെ സംസാരിക്കും. അതീനെ ടൈപ്പ് പിടിക്കാതിരുന്നാ മതി. അല്ല, പിന്നെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇച്ചിരി മനസ്സിലോ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാം, അത് കുറ്റമല്ല. ഓക്കെ, ആക്ച്വലി ഇത് ഞങ്ങളുടെ രമേശ് ചേട്ടന് മനസ്സിലുണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾ ഊഹിച്ചോളൂ, ഞാനും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് ഫിലിം ഇന്റർവ്യൂ ആണ്. വെറ്റം ഭാഗമൊക്കെ ഇവിടെ ദക്ഷിണമൊക്കെ ഉണ്ട്. മനസ്സുകൊണ്ട് ദക്ഷിണ വെച്ചിരിക്കുന്നു. വെച്ചിരി കയറ്റം ആയിക്കോട്ടെ അല്ലേ? നന്നായി വരും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സിനിമയുടെ ഒരു മെയിൻ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തുടങ്ങാം. ഇപ്പം ദൃഢം എന്ന മൂവി ഇതൊരു പോലീസ് കഥ പറയുന്ന ഒരു സിനിമയാണ്. മാർട്ടിൻ ചേട്ടനാണെങ്കിൽ ജിത്തു സാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും പടങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു പടം വെച്ച് ഡെബ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ജിത്തു സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണോ ഈ ഒരു ജോണർ തിരഞ്ഞെടുത്തത്? അല്ല, ഞാൻ ആക്ച്വലി ത്രില്ലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി വെച്ച് തുടങ്ങണം എന്ന് ഉദ്ദേശിച്ച ആളല്ല. ഇത് നല്ലൊരു കഥ വന്നപ്പോൾ എനിക്കിത് ആദ്യത്തെ സിനിമയായിട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന സിനിമ വെച്ച് തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വെച്ച് തുടങ്ങുള്ളൂ, അങ്ങനെ ശബ്ദമെടുത്ത മനസ്സൊന്നും അല്ല. ഒരു നല്ല കഥ വന്നു, അങ്ങനെ ഇതിലേക്ക് കയറി. അപ്പോൾ ഇത് ഫസ്റ്റ് ജിത്തു സാറിനോടൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം ഇങ്ങനെ ഒരു മൂവിയുടെ ഒരു ഐഡിയ എന്തെങ്കിലും വന്നപ്പോൾ സ്ക്രിപ്റ്റിന്റെ കാര്യം സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് സാറിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ്? ഇതിന്റെ റൈറ്റേഴ്സ് ജോമോ ലിൻഡോ എന്നോട് ഇങ്ങനെ ഐഡിയ പറഞ്ഞപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നമുക്കിത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് ഒരു ഡ്രാഫ്റ്റായിട്ട് ഞാൻ സാറിന് സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. സാർ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, സാർ ഒന്ന് വായിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ അത് ഒരു 2-3 ദിവസങ്ങളിൽ വായിച്ചിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഉറക്കുന്നുണ്ട്. സാറിൻ്റെ മൊത്തം ഒരു എക്സൈറ്റ്മെൻറ്റ്, എടാ ഇതൊരു സാധനമുണ്ട്, നമുക്കിത് പിടിക്കാം, അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പരിപാടി ഗ്രാജുവലി ഡെവലപ്പായി ഇപ്പം ഇന്ന് ഇവിടം വരെ എത്തി. ഇപ്പം ഈ ഒരു മൂവിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ട്രെയിലർ ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് കാണുന്നൊരു കാര്യമാണ്. അതായത് ഷെയ്ൻ ചെയ്യുന്ന കഥാപാത്രം, അതായത് വിജയ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ആദ്യമായിട്ടൊരു പോസ്റ്റിംഗ് കിട്ടിയിട്ട് ഒരു സ്റ്റേഷനിലേക്ക് വരുന്ന, അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആള് അഭിമുഖീകരിക്കുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. നിങ്ങളെല്ലാവരുടെയും, അതായത് ഇപ്പോൾ മാർട്ടിൻ ചേട്ടനാണെങ്കിലും ഇപ്പോൾ ശോഭി ചേട്ടൻ, രമേശ് ചേട്ടൻ, കൃഷ്ണ ചേച്ചി, ഇവരൊക്കെ ആണെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതായത് ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് നിങ്ങളുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സിനിമയിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അതെങ്ങനെയായിരുന്നു?
നമുക്ക് ശോഭിച്ചേട്ടൻ്റെ തുടങ്ങാല്ലേ? ഓക്കെ. സിനിമയിലത്തെ അതായത് ഈ ദൃഢത്തിലാണോ ദൃഢത്തിലല്ലേ നമ്മൾ എന്റെ ഒരു അതായത് ഷോചേട്ടൻ ആദ്യമായിട്ട് സിനിമ ആദ്യമായിട്ട് സിനിമയേക്കാൾ മുമ്പ് ഞാൻ ഷോർട്ട് ഫിലിമിലാണ് ആദ്യം വരുന്നത്. ഷോർട്ട് ഫിലിമിൽ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഓമനത്തെങ്കിൽ കിടാവൂ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് കുഞ്ഞുമോൻ ദാഹ സംവിധാനം ചെയ്തത്. അപ്പോൾ അതിൽ ഒരു ആക്രിക്കാരൻ്റെ വേഷമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ വരുന്നത്. പക്ഷെ അതിനകത്ത് അന്നത്തെ കാലത്ത് അതൊരു വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകളെല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ മുഹൂർത്തങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. മേക്കപ്പ് പോലും അങ്ങനെയാണ് അന്ന് ഈ ഷോർട്ട് ഫിലിം നമ്മുടെ സിനിമയോ സീരിയലോ അല്ല, ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കാൻ വരുന്നവരെല്ലാം ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര എന്താ പറയുക വെളുപ്പിച്ചൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷെ അതിൽ എൻ്റെ ക്യാരക്ടർ ഈ ആക്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ്, അതായത് മേക്കപ്പ് ഇല്ലാതെ തന്നെ അഭിനയിച്ചു എന്ന് വേണം പറയാം. പിന്നെ എനിക്ക് ഇത്തിരി കളർ കൂടുതലുള്ളതുകൊണ്ട് ഇത്തിരി ഡള്ളാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഡള്ളാക്കി ആ ഒരു മുസ്ലിം ക്യാരക്ടർ ഇടത്തോട്ട് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് വേറൊന്നുമില്ല, നമ്മുടെ കൊല്ലം GK പിള്ള എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പണ്ടത്തെ, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമെന്നറിയില്ല, സ്റ്റേജ് ആർട്ടിസ്റ്റ്. അപ്പൊ പുള്ളിയുടെ കൂടെയാണ് ഞാൻ എൻ്റെ കോമ്പിനേഷൻ. അപ്പൊ അത് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇങ്ങനെ ഒരു റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നതും ചാക്കൊക്കെ ഉണ്ട്, പഴയ പേപ്പർ തകരം കുപ്പിപ്പാട്ടേന്ന് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പൊ കുറേ ദിവസമായിട്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുവാണ്. കുറേ ദിവസമായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ അപ്പോഴത്തെ ആളുകളൊക്കെ ഇത് ഷൂട്ടിംഗ് എല്ലാം കാണുന്നുണ്ട്. എൻ്റെ സീൻ എടുത്ത് ഞാൻ ഫസ്റ്റ് ഷോട്ട് ഓക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ നിന്നിട്ട് ഒരാൾ, അപ്പൊ എന്നെ അവർക്ക് അറിയില്ല, ഒരാളവിടെ നിന്ന് പറയാ, ആ ഇത് ഒരു റിയാലിറ്റി ഉണ്ട്, ഇത്രയും ദിവസം നാടകമായിരുന്നു എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വളരെ നന്നായിട്ട് അഭിനയിച്ചത് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ സിനിമയിൽ ആദ്യം ചെയ്തത് നമുക്ക് പാർക്കാൻ എന്ന് പറയുന്ന അനൂപ് മേനോൻ നായകനായിട്ട് അഭിനയിച്ച അജി ജോൺ സംവിധാനം ചെയ്ത സിനിമയാണ്. അതിലൊരു മലയാളിയായിട്ടല്ല, കന്നഡ പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചത്. കാരണം പോലീസ് വേഷത്തിലാണ് തുടങ്ങുന്നത് സിനിമയിൽ. അപ്പൊ ഇത് ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ പോലീസ് ക്യാരക്ടർ ഈ ഒരു പടത്തിലേക്ക് വരുമ്പോൾ പോലീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി പോലീസ്, അവസാനം പോലീസ് വേഷം മടുത്തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് പോലീസ്. ഓക്കെ. ഇപ്പൊ രമേശ് ചേട്ടന് ശരിക്കും ഒരു വലിയൊരു ബ്രേക്ക് കിട്ടുന്നത് മറ്റേ അയ്യപ്പനും കോശി. അതിന് മുന്നേ രമേശ് ചേട്ടൻ വന്നിട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് 75-76 ബ്ലാക്ക് ആൻഡ് വൈറ്റ് താലപ്പള്ളി എന്ന് പറഞ്ഞത് എം കൃഷ്ണൻ നായർ സാർ അഭിനയിച്ചിട്ടുണ്ട്. ഞാനത് അയ്യപ്പന് കോശിയായിരിക്കും രമേശിന്റെ ഡെബ്യൂ. അതിലാണ് ഞാൻ ആദ്യമായിട്ട് മൂവി ക്യാമറയ്ക്ക് മുമ്പിൽ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ഈ പരമാര ദേവി ക്ഷേത്രമുണ്ട് ടൗൺ ഹാളിലോ, ആ ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ ഓട്ടുന്ന ഒരു മുത്തുക്കടയായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന ഷോട്ടാണ് എം കൃഷ്ണൻ നായർ സാർ. അദ്ദേഹത്തിന്റെ ആക്ഷനിലൂടെയാണ് ഞാൻ ഈ വെള്ളിത്തിരയിലേക്ക് വരുന്നത്. അതൊരു വലിയൊരു അന്ന് പോലെ ഇങ്ങനെ നമ്മൾ പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ടീനേജ് പ്രായമാണല്ലോ അന്നേരം. ആ സമയത്ത് അങ്ങനെ കഥാപാത്രങ്ങളില്ലല്ലോ സിനിമയിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഈ 75 കാലഘട്ടങ്ങളിൽ ടീനേജ് മലയാള സിനിമയിൽ വളരെ കുറവാണ്. എല്ലാം മെച്ചൂറായ കഥാപാത്രങ്ങളാണ്, നായകനും നായികയൊക്കെ എല്ലാം. പിള്ളേർ ഇന്നത്തെ പോലെ പിള്ളേരുടെ ഇപ്പൊ നേരെ ഓപ്പോസിറ്റായി. ഇപ്പൊ ഒരു അമ്മാവനെയോ ഒരു അച്ഛനെയോ അപ്പൊ നമുക്ക് അങ്ങനെ പ്രായമായി. അപ്പൊ നേരെ തിരിഞ്ഞു പോയി. അപ്പൊ നമുക്ക് പ്രായമായി. അന്ന് ഭയങ്കര ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാൻ മേലാത്തോണ്ട് എന്നാ ടെൻഷന്റെ കാര്യം. സിനിമ എന്താ അങ്ങനെയാണെന്ന് ഒന്നും അറിയാൻ മേലാത്തോണ്ട്. പിന്നെ അന്ന് കലാനില സ്ഥിരം നാടകത്തിലായതുകൊണ്ട് സ്റ്റേജിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ സിനിമാക്കാർ ധാരാളം ഒക്കെ വരുമായിരുന്നു. അന്നത്തെ പഴയ നടന്മാരും ഒക്കെ എല്ലാം വരും. നസീർ സാർ ഉൾപ്പെടെ, മധു സാർ ഉൾപ്പെടെ ഉള്ള അങ്ങനെയുള്ള ഈ ജയനൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അവിടെ വരുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആണ് അതിൻ്റെ ഒരു ചരിത്രം. അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പം അങ്ങനെ ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം അയ്യപ്പനും കോശിയിൽ ആണ് നമുക്കൊരു ശ്രദ്ധേയമായ വേഷം കിട്ടുന്ന ഒരു കഥാപാത്രം എന്ന നിലയിൽ. അതിന് ആ പടവും ഈ പടവും തമ്മിലൊരു ബന്ധമുണ്ട്.
അതിനകത്ത് പോലീസുകാരുടെ ഇടയിൽ കിടന്ന് അവരുടെ ഇത് ചോദ്യങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ ഞാനൊരു പോലീസുകാരനായിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട് ആ സിനിമയിൽ. എല്ലാവർക്കും പോലീസ് കണക്ഷൻ ഉണ്ടെന്ന് പറയാം. പോലീസ് അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ജിത്തു ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സിനിമ, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് തീരെ മോശമായിട്ട് വരാൻ സാധ്യതയില്ലല്ലോ എന്നുള്ളൊരു കണക്കുകൂട്ടലും ആദ്യം വിളിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് മനസ്സിൽ വെച്ചപ്പോൾ ഏറെക്കുറെ നമ്മൾ വർക്ക് ചെയ്ത് വന്നപ്പം ആ ഒരു പ്രതീക്ഷയുണ്ട് എല്ലാം കൊണ്ടും. ആ ഒരു പിന്നെ തന്നെയല്ല, ഞാൻ ഏത് സിനിമയുടെയും ടൈറ്റിൽ ശ്രദ്ധിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരു സ്വയം തീരുമാനം ഞാൻ എടുക്കും. അപ്പോൾ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയുടെ ഒരു വലിയ ഘടകമുണ്ട് ഇതിനകത്ത്, അല്ല ഇതിനകത്ത്. അപ്പോൾ ഇത് ദൃഢം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ദൃഢമാണ്. ദൃഢമായിരിക്കും നമ്മൾ ദൃഢനിശ്ചയം എന്ന് പറയുന്ന പോലെ ആ ദൃഢനിശ്ചയം തന്നെയാണ്. എന്താണോ നമ്മൾ നിശ്ചയിക്കുന്നത് അതിൽ നിശ്ചയമാണ് എന്നുള്ള പ്രതീക്ഷയാണ് ഇത്. കൃഷ്ണ ചേച്ചിയുടെ ഫസ്റ്റ് സിനിമ എക്സ്പീരിയൻസ്? ഫസ്റ്റ് പടം 2008 മാടമ്പി. അതിലൂടെയാണ് കൂടുതൽ ആൾക്കാരും അറിഞ്ഞു തുടങ്ങിയതും. ഇപ്പോഴും ആൾക്കാർ വാസുകൊച്ചേട്ടൻ കീടം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡയലോഗ്, അതിനകത്ത് ശരിക്കും സുരാനായിട്ടുള്ള കോമ്പിനേഷൻ, ആ സീനാണ് എനിക്കുള്ള ഒരു മെയിൻ സീൻ എന്ന് പറയുന്നത്. ബാക്കി സോങ്ങിലൊക്കെ വന്നു പോകുന്നത്, പക്ഷെ ആ ഒരൊറ്റ സീന് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില ഈ കോമഡി ഇതിലൊക്കെ ഇപ്പോഴും ടിവിയിലെ ചാനൽസിലൊക്കെ അത് കാണിക്കുന്നുണ്ട്. സിനിമാല എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സിനിമയിലേക്ക് വിളിക്കുന്നത്. അതിന് മുൻപ് അല്ലാതെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴും സിനിമയിൽ വരിക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവസരങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡയലോഗ്സും ഇതൊക്കെ ആയിട്ട് ഒരു ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് ആ സിനിമയാണ്. അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പൊ ഇതിന്റെ അകത്ത് വിജയ് ചാർജ് എടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിപ്പോ എല്ലാവരുടെയും ഡിപ്പാർട്ട്മെന്റ്സിലല്ലേ, എല്ലാ ഫീൽഡിലും അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതപ്പോ നമ്മൾ എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നല്ലൊരു അതൊരു എന്താ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ മാർട്ടിൻ ചേട്ടൻ ഇപ്പൊ ഡയറക്ഷനിലേക്ക് ഫസ്റ്റ് അസിസ്റ്റ് ചെയ്തോണ്ടാ തുടങ്ങുന്നത്. ഫസ്റ്റ് ദിവസത്തെ ക്ലാപ്പ് വെക്കുക, അതിലൊക്കെ എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു എക്സ്പീരിയൻസും ഇന്ന് ഡെബ്യൂ ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസും? ക്ലാപ്പൊക്കെ ഞാൻ ഫസ്റ്റ് ദിവസം ലാൽ സാറിന്റെ ക്ലാപ്പ് വെച്ച് ടിക്കറ്റ് അങ്ങനെ പറയും. കാരണം നമുക്ക് ഈ ക്ലാപ്പ് കറക്റ്റ് ഫ്രെയിമിൽ കയറണ്ടേ സാധനം, ഇത് നമുക്ക് അറിയത്തില്ലല്ലോ. ഇത് നമ്മളൊരു ക്യാമറ അന്നത്തെ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ മോണിറ്റർ നോക്കിയിട്ട് നമ്മൾ ഐഡിയ ഇങ്ങനെ വെക്കും. ചിലപ്പോൾ ഇത് എന്താ ഫ്രെയിമിലേക്ക് കയറത്തില്ല, അപ്പോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ ക്യാമറമാൻ സതീഷ് ചേട്ടനൊക്കെ എടാ കുറച്ച് കയറ്റി പിടി, ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് ടെൻഷൻ ആവും, കാരണം ക്ലാപ്പ് ഫ്രെയിമിൽ എത്തിക്കുക, അതാണ് നമ്മൾ ആ സമയത്ത് ഏറ്റവും വലിയ ടാർഗറ്റ്. ബാക്കിയൊന്നും നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ കിട്ടുകടങ്ങനെ വരയ്ക്കുന്ന പരിപാടികളാണ്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും ക്ലാപ്പ് വെച്ചോണ്ടിരിക്കണമല്ലോ. അതെ. അപ്പം ഈ മൂവിയുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് അന്ന് എന്തായിരുന്നു മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്? ഇപ്പം പല കാര്യങ്ങൾ, ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റിലെ കാര്യങ്ങളെല്ലാം ശരിയാവണം, ചുറ്റുമുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് ഷോട്ടിനൊരു ഇത് പറയുന്നത് എല്ലാം നോക്കുമ്പോൾ ആ സമയത്ത് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്താ നല്ല ടെൻഷൻ തന്നെയായിരുന്നു. നമുക്കിത് എങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. പക്ഷേ ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് ഇന്നായി, പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്തെടുക്കുക അതാണ്. പിന്നെ ആദ്യത്തെ ഒരു ആക്ഷൻ വിളി കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്, പിന്നെ നമ്മളങ്ങനെ ചെയ്ത് പോകും, ചെയ്തേ പറ്റൂ. പിന്നെ ഒരു ഫ്ലോ അങ്ങ് കിട്ടും. നമ്മൾ പാലായിൽ മറ്റേ കാനാട്ടുപാറ പോളിടെക്നിക്ക് ഇറങ്ങുന്ന ഷോട്ട് ജിത്തു സാധനങ്ങളും ഉണ്ടായിരുന്നു. പുള്ളി നമ്മളെ പുറകെ ഇരിക്കാം, മോണിറ്റർ നോക്കി. അപ്പൊ എക്സ്ട്രാ ടെൻഷൻ ഉണ്ടാവില്ല ഉറപ്പായിട്ടും. അതെ. ഓക്കെ. ഇപ്പം ഷെയ്ൻ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ, ഇപ്പം ഇതിലൊരു പോലീസ് ക്യാരക്ടറാണ്. പുള്ളി മുന്നേയും ഒരുപാട് 1-2 പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു പോലീസ് കഥാപാത്രം ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പുള്ളിനെ എങ്ങനെയായിരുന്നു അത് കൺവിൻസ് ചെയ്തത്? ലൈക്ക് ഇത് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണോ, എങ്ങനെയായിരുന്നു? എൻ്റെ കഥ തന്നെ ഇതിനകത്ത് ഷെയ്നോട് കഥ പറയുമ്പം എന്താ, ഒരു ചെറുപ്പക്കാരനോട് SI, പുള്ളിയുടെ സർവീസിൽ ആദ്യത്തെ പോസ്റ്റിംഗ് ആണ്. പുള്ളി ഒരു സ്റ്റേഷനിലേക്ക് എത്തുന്നു, പുള്ളി അവിടെ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഇതിനകത്തൊരു ഹുക്കിംഗ് ഫാക്ടർ ഉണ്ട്. ആ ഹുക്കിംഗ് ഫാക്ടർ ഷെയ്ന് വർക്കായി, അങ്ങനെയാണ് ഷെയ്ൻ ഇതിലേക്ക് ഇന്നതാണ്. ഷെയ്ന് മൊത്തത്തിൽ പെർഫോം ചെയ്യാനുള്ളൊരു പരിപാടിയാണ്, പെർഫോം ഓറിയൻറ്റഡ് സിനിമയാണ്. ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം തനിക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നാവുമല്ലോ.
ഇനിയിപ്പോൾ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലത്തെ ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പോൾ കാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ 1-2 പേര് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതും ഇപ്പോൾ ഷെയ്ൻ എന്ന് പറയുന്ന ഒരു നായകൻ, അതിന് ചുറ്റും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫുൾ ടീം, ഈ രീതിയിലൊരു കോമ്പിനേഷൻ അത് എങ്ങനെയായിരുന്നു വർക്കൗട്ട് ചെയ്തത്? ഇതിൻ്റെ കാസ്റ്റിംഗ് സമയത്ത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്താ ഫ്രഷ് കാസ്റ്റിംഗ് ആയിരിക്കണം, പുതിയൊരു കോമ്പിനേഷൻ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ടിപ്പിക്കൽ എല്ലാ സിനിമയും കാണുന്ന പരിപാടി ഉണ്ടല്ലോ, നായൻ്റെ കൂടെ നമ്മൾ കണ്ടുമടുത്ത് കുറേ മുഖങ്ങൾ കാണും. അതല്ല, നമുക്ക് പുതിയതായിട്ടുള്ള ആൾക്കാർ വേണം. എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു എന്താ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം തന്നെയല്ലേ, അതായിരുന്നു നമുക്ക് വേണ്ടത്. ഓഡിയൻസ് അങ്ങനെ പറയണം, ഒരു ടീം, പുതിയൊരു ടീം. ഇപ്പം നമ്മളിപ്പോൾ പോസ്റ്റേഴ്സിലാണെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഓരോരുത്തരും ഇപ്പം ശോഭി ചേട്ടൻ, രമേശ് ചേട്ടൻ, കൃഷ്ണ ചേച്ചി, നിങ്ങളോടൊക്കെ ഈ കഥ പറയുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത ആ ഒരു എലമെന്റ് എന്തായിരുന്നു ഈ സിനിമയിലത്തെ? അപ്പം അതായത് നിങ്ങളുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട്. അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ക്യാരക്ടറിൻ്റെ ഇതിനേക്കാൾ ഉപരി കഥയുടെ ഒരു കഥ പറയുന്ന രീതിയും, അതുപോലെ തന്നെ നേരത്തെ മാർട്ടിൻ പറഞ്ഞൊരു ക്യൂ ഫാക്ടർ ഉണ്ട് അല്ലേ, ഒരുപക്ഷെ അതായിരിക്കാം ഷെയ്ൻ ഈ പടം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ സെയിം ക്യൂ ഫാക്ടർ ആയിരിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ എൻ്റെ മനസ്സിൽ ആ ഒരു ഫാക്ടർ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ആ ഫാക്ടറാണ് എനിക്ക് ഈ സിനിമയിലൊരു അട്രാക്ഷൻ തോന്നിയത്. അത് ഞാൻ പിന്നീട് പറയാം, റിലീസ് ആയതിനു ശേഷം. രമേശ് ചേട്ടൻ എങ്ങനെയായിരുന്നു? അല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതെന്റെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് അത് അല്ല, സസ്പെൻസ് അല്ല, ക്യാരക്ടർ വൈസ് ഇപ്പം ക്യാരക്ടർ വൈസിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചൊന്നുമല്ല. പക്ഷെ ഇത് വർക്കൗട്ട് ആയി വന്നപ്പം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ഇതിനകത്ത് എൻ്റെ കഥാപാത്രം വരുന്നത് എന്നൊരു ഇത് കിട്ടി. അതെന്നെ സംബന്ധിച്ചൊരു വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കി. കൃഷ്ണ ചേച്ചി ഇതിനു മുൻപ് അധികം പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തല്ലോ. ഇത് തണ്ട പോലീസ് സിനിമയില്, പിന്നെ ഇപ്പൊ വലതുവശത്തെ കള്ളൻ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്ഷെ അതിൽ നിന്ന് നല്ല ഡിഫറെന്റ് ആണ് ഈ രമ്യ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. കാരണം ഈ സിനിമ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറിയും കൂടെയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മള് കൂടുതൽ പറഞ്ഞു ഇതാക്കുന്നില്ല. കൃഷ്ണപ്രഭയ്ക്ക് ഒരു ത്രൂ ഔട്ട് പോലീസ് ക്യാരക്ടർ ഉണ്ട്. പിന്നെ തന്നെ ഇതിന്റെ ഒരു സ്റ്റോറി വൈസ് ആണെങ്കിലും നമ്മൾ എവിടെയൊക്കെയോ ഇപ്പൊ കണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതൊരു മെയിൻ ഫാക്ടർ ആയിരുന്നു. പിന്നെ ഈ ടീം ഒരു ഞാൻ എപ്പോഴും ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ടീമില് മാക്സിമം നമ്മളിപ്പോഴുള്ള ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ടീമും കൂടിയാണ്. അപ്പൊ എന്തായാലും ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർട്ടിൻ, എനിക്ക് തോന്നുന്നു ദൃശ്യം 2ന്റെ സമയത്ത് എങ്ങാണ്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്കൊരു ചെറിയൊരു കാര്യമുണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ച് അജിത് സാർ സംസാരിച്ചു, പിന്നെ മാർട്ടിൻ പറയുക ചെയ്തത്. അപ്പൊ ഒന്ന് ഇതിനകത്ത് ത്രൂ ഔട്ട് ക്യാരക്ടർ, പിന്നെ ഈ രമ്യ എന്ന് പറഞ്ഞ ഇതാണേലും ക്യാരക്ടർ ആണേലും കുറച്ചുകൂടെ ഒരു മെച്ചുവേർഡ് ആണ്, കുറച്ച് എക്സ്പീരിയൻസ്, ഈ ഒരു സർവീസിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആളും കൂടിയാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അപ്രോച്ച് ഒക്കെ ഉണ്ട്. അതൊരു മെയിൻ ഘടകമായിരുന്നു. ഇപ്പം ഈ സിനിമയിൽ ഇപ്പം പോലീസ് ക്യാരക്ടേഴ്സ് ആണ്. ഈ ഫസ്റ്റ് ഡേ നമ്മൾ ഈ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് ചില ആളുകൾ പറയുന്നില്ലേ, നമ്മൾ ഈ കോസ്റ്റ്യൂം ഇടുമ്പോഴേക്കും നമ്മുടെ ക്യാരക്ടറിലേക്ക് ഇന്നായി, ഫുൾ ലുക്ക് കാണുമ്പോഴേക്ക് ഇന്നായി, അങ്ങനത്തെ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു ഈ ഒരു പടത്തിൽ? എന്നെ സംബന്ധിച്ച് എനിക്ക് പോലീസ് ക്യാരക്ടർ, ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറുകളെല്ലാം നല്ല അഭിപ്രായം വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിലായാലും ഇപ്പോൾ ജിത്തു സാറിൻ്റെ റാമിൽ അത് ഇതുവരെ റിലീസായിട്ടില്ല. അതൊരു വലിയ സങ്കടമായിട്ടിരിക്കുവാണ്. കാരണം വേറെ ഒന്നുമല്ല, ലാലേട്ടൻ്റെ കൂടെയുള്ളൊരു കോമ്പിനേഷനാണ്. പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യം അഭിനയിച്ചത് അതാണെങ്കിലും റിലീസായത് തുടരും എന്ന സിനിമയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ 2 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, എനിക്ക് ഈ പോലീസ് ക്യാരക്ടർ ഇത്രമാത്രം ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ അത് നന്നാവാനും ഉള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 12ഓളം ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് NCCയിൽ. അപ്പോൾ RD പരേഡിന് പോകാൻ വേണ്ടിയുള്ള ക്യാമ്പ് വരെ, പ്രീ RD ക്യാമ്പ് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ BLC ഈ ഫയറിങ്ങിൻ്റെ കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ അതിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഈ യൂണിഫോം ഇടുകയും പരേഡ് ചെയ്യുകയും സല്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് കോളേജ് സമയത്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോലീസ് യൂണിഫോം ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പോലീസുകാരനായിട്ട് മാറും. അതാണ് എൻ്റെ ഈ പോലീസ് വേഷം എനിക്ക് കൂടുതൽ കിട്ടുന്നതിലെ രഹസ്യം അതാണ്. അപ്പോൾ എനിക്ക് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നതിനകത്തെല്ലാം പോലീസിൻ്റെ രീതികളുണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് സിനിമയിൽ. നമ്മൾ തൊപ്പി തലയിൽ വെച്ചില്ലെങ്കിൽ സല്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കൈകൊണ്ട് സല്യൂട്ട് ചെയ്യത്തില്ല, ഇങ്ങനെ അറ്റൻഷൻ ആവുകയുള്ളൂ. അപ്പം അത് സാധാരണ നമ്മുടെ റിയൽ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ചെയ്യുന്ന അല്ലെങ്കിൽ പട്ടാളക്കാർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പം അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് യൂണിഫോം കയറിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലീസായിട്ട് മാറും. രമേശേട്ടൻ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു? അല്ല, എനിക്ക് വേറെ ഇതൊന്നുമില്ല. ഇതിനു മുമ്പ് കുറച്ച് പോലീസ് ചെയ്തിട്ടുണ്ട്, ഓഫീസറായിട്ടും കോൺസ്റ്റബിളായിട്ടും അങ്ങനെയൊക്കെ ഉള്ള ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടവരാരും ഇന്ന് വരെ മോശമായി പോയി എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിരുന്നു ആ പോലീസ്. കുഴപ്പമില്ല, ഓക്കെ. നമുക്കിങ്ങനെ ഓരോ ടിപ്സൊക്കെ ശോഭചേട്ടൻ പറഞ്ഞു തരുമല്ലോ സല്യൂട്ട് ചെയ്യുന്ന സമയത്തും നിൽക്കുന്ന ഇതൊക്കെ. അപ്പോൾ മാറ്റം വന്ന് കറക്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ശോഭചേട്ടൻ്റെ ഒരു ഹെൽപ്പും ഉണ്ടായിരുന്നു. സല്യൂട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഓർത്തത്. സിനിമയില് മെയിൻ, അതായത് അവിടുത്തെ ഒരു സീനിയർ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ പോലെ തന്നെയായിരുന്നു ടീമിലും. അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ഒരു എന്തായാലും പോലീസ് കഥാപാത്രങ്ങളാണ്, നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആയാലും. പേടിക്കണ്ട, വലിയ ഇൻവെസ്റ്റിഗേഷൻ, ചെറിയ പസിൽ, ഒരു ക്രൈം സീന് തരാം. അതിൽ കുറച്ച് ക്ലൂസ് ഉണ്ടാവും. നമുക്ക് അതിൽ ആരാണ് ശരിയായ കുറ്റവാളി എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, പോസ്റ്ററിൽ കാണുന്ന പോലെയാണോ? പോസ്റ്ററിൽ കാണുന്നത് മൂക്കൂത്തി കളഞ്ഞു പോയി നോക്കുക. രമേശേട്ടൻ പാമ്പിനെ പിടിക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര കറക്റ്റ് വേണം. ഇപ്പൊ പാമ്പാണല്ലോ ഇവിടുത്തെ ട്രെൻഡ്. ആ സമയത്തൊക്കെ നമ്മളവിടെ പക്ഷേ നമ്മൾ ദിനേശ് നായർ ഇരിക്കുന്നത് വരണ്ടിയില്ലായിരുന്നു. ശരിയാ, ഓരോരുത്തരുടെ അടിക്കുറിപ്പ് എഴുതാമെങ്കിൽ നല്ലതായിരുന്നു. എഴുതിക്കോളും. അത് പിന്നെ ട്രോളുകാർക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അതൊരു രസമല്ലേ? അല്ല, ഇതിപ്പോ കൊലപാതകമാണോ മോഷണമാണോ കണ്ടുപിടിക്കേണ്ടത്? ഒരു ചെറിയ കൊലപാതകം. കൊലപാതകം, ശരി. ചെറിയ കൊലപാതകം, അതെന്താ പകുതി വന്നിട്ടുള്ള? വലിയ ഹെവി കൊലപാതകമല്ല, എന്നാലും ചെറുത്. ഓക്കെ. അപ്പൊ കുഴിനിലം പോലീസ് സ്റ്റേഷനിലെ ഈ ടീമിന് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചെറിയ ഇതെന്ന് പറയുമ്പോഴേ ഞാൻ ഒരു കാര്യം പറയാം, സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പറയുക. ആദ്യമൊക്കെ നമ്മൾ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഓരോരുത്തർ ചേട്ടാ നമുക്കൊരു നല്ല സിനിമ ഉണ്ട് എന്ന് പറയായിരുന്നു. അതിപ്പോൾ ചെറിയൊരു തീരത്തിൽ വന്നിട്ട് ചേട്ടാ ഒരു ചെറിയ സിനിമ എന്നിങ്ങനെ പറയാം. അതെ, അങ്ങനെ വലുതാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാണ് വിളിക്കുന്നതെന്ന് ഞാൻ പറയത്. എന്താ ഒരു രഹസ്യം എന്നുള്ളവർ ഹൈപ്പ് കുറയ്ക്കാനായിരിക്കും. അതും ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ഇതൊരു ഓഫീസിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അവിടുത്തെ ബിസിനസ്സുകാരനായ വിക്രം എന്നൊരു വ്യക്തി, അയാളുടെ ഓഫീസിൽ പരിക്കേറ്റ നിലയിൽ കിടക്കുകയാണ്. പോലീസ് എത്തുന്നു. പോലീസ് എത്തുന്ന സമയത്ത് ജീവനോടെ ഉണ്ട്. ആ സമയത്ത് ആളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ നോക്കുന്നു. അപ്പം ആൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആൾ കഷ്ടിമുഷ്ടി പറയുന്നത് പെൻ എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. പെൻ എന്ന് മാത്രമേ പറയൂ, പേന. അപ്പം അത് പറഞ്ഞതിന് ശേഷം പുള്ളി മരിച്ചു. അപ്പം അതിനുശേഷം അവിടുത്തെ ക്രൈം സീനാണ് ഇനി ഞാൻ വിവരിക്കാൻ പോകുന്നത്. അതൊന്ന് വേണം ഇത് കണ്ടുപിടിക്കാൻ. അതായത് അവിടെ വന്നിട്ടുള്ള ആൾക്കാർ എല്ലാം വരും. അപ്പം ക്രൈം സീൻ ഇങ്ങനെയാണ്. ആ ഓഫീസ് മുറി, ടേബിളിൻ്റെ മുകളിൽ പേപ്പറുകൾ, പെൻ സ്റ്റാൻഡ്, 3 പേന, പിന്നെ ജനാല തുറന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ബലപ്രയോഗത്തിൻ്റെ അങ്ങനെ വലിയ അടയാളങ്ങളൊന്നുമില്ല. പിന്നെ താഴെ ഒരു പേന കിടക്കുന്നുണ്ട്, ഇങ്കില്ലാത്ത ഒരു പേന. ഇനി ഇതിലെ സസ്പെക്റ്റുകളാണ്, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ഈ പുള്ളിയുടെ അസിസ്റ്റൻറ്റ്, ആ പുള്ളി പറയുന്നത് ആളൊരു 5:45 ഓഫീസിൽ നിന്ന് പോയതാണ്. ആളുടെ ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട്. പുള്ളിക്കാരി പറയുന്നത് 6 മണിക്ക് ഞാനും പോയി. ആ സമയത്തൊക്കെ നോർമലായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളത് അവിടുത്തെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞാൽ 6:15 ആരോ ഒരാൾ പുറത്തേക്ക് പോകുന്ന കണ്ടു, ഫേസ് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ സെക്രട്ടറി, പുള്ളിക്കാരി പറയുന്നുണ്ട് സാറ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഇന്നലെ പിന്നെ ഞാൻ ഒരു പേന കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഗിഫ്റ്റായിട്ട്.
അങ്ങനെ പറഞ്ഞിട്ട് ഇത്രയാണ് നമുക്കുള്ള ക്ലൂസ്. അപ്പം ക്ലൂവിൽ നമുക്ക് പറഞ്ഞ ആള് മരിച്ച സമയത്ത് പറഞ്ഞ വാക്ക് പെന്ന്. 3 പേനകൾ ഇരിക്കുന്നുണ്ട്, അതിലൊരു പേന താഴെ കിടക്കുന്നുണ്ട് ഇങ്കില്ലാതെ. ഇത്രയാണ് ക്ലൂസ്. ആരാണ് ഇതിലെ കൊലപാതകി? ഓരോരുത്തരോടാണോ ചോദിക്കുന്നതോ? കൂട്ടമായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. അതെ, എനിക്ക് പറയാൻ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ച് പറയുമ്പം ഈ രാജ്യത്തെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ബുദ്ധിമാന്മാരുമായ ആളുകളാണ് നമ്മുടെ കേരള പോലീസ്. അവരുടെ തൊഴിൽ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നത് ശരി. അതുകൊണ്ട് അവർ കണ്ടുപിടിക്കട്ടെ, അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒന്നും പറയുന്നു. നല്ല ഐഡിയ. ഞാൻ കാര്യമായിട്ടൊരു ആൻസറാണ് പ്രതീക്ഷിച്ചത്. ഞാൻ വിചാരിച്ചു ഇപ്പൊ കൊലയാളിയെ പിടിച്ചു ഇപ്പൊ മുന്നിലേക്ക് ഇട്ടരുന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, നമ്മളത് ഇടപെടാൻ പാടില്ല, അത് മോശമാണ്. ഉദ്യോഗിക കാര്യങ്ങളിൽ നമ്മൾ കയറി അഭിപ്രായം ആരായിരിക്കും ഇപ്പൊ ഈ പറഞ്ഞ 4 പേരിൽ ഒരാളാണ് കൊലപാതകം? ഞാൻ ഈ സിനിമയിൽ ഇപ്പൊ ASI ആണല്ലോ. ഞാനാണ് കേസ് അന്വേഷിക്കാനായിട്ട് സാധാരണ ഫീൽഡ് വർക്കിന് ഞാൻ പോയിട്ടില്ല, പോവാറില്ല. എന്നാലും ഒന്ന് ഇന്റലിജൻസിൽ കണ്ടുപിടിക്കും. SI ഏൽപ്പിക്കുക എന്ന് പറയരുത് കേട്ടോ. ഹെവി ക്ലൂ തന്നിട്ടുണ്ട്. ആ ലേഡി ആയിരിക്കും. ഏത് ലേഡി? പറഞ്ഞില്ലേ അസിസ്റ്റന്റ് ഒരു പെണ്ണ് കൊടുത്ത് ലേഡി. ആണോ? എന്റെയും ബലമായ വിശ്വാസം പേന ഗിഫ്റ്റ് കൊടുത്ത ലേഡിയാണ് കൊല ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുഴിനിലം പോലീസ് സ്റ്റേഷനിൽ വന്ന ഈ കേസ് സോൾവ് ആയിരിക്കുന്നു. അതെ, ഇത് ആക്ച്വലി കൊലപാതകത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി ആ ഇങ്കില്ലാത്ത പേനയാണ് യൂസ് ചെയ്യുക. അത് വെച്ചിട്ട് കൊലപാതകം നടത്തിയതിന് ശേഷമാണ് പുള്ളിക്കാരി പോയത്. മാട്ടിനോട് ചോദിച്ചില്ല, മാട്ടിന് ഭയങ്കര നിഗൂഢമായിട്ടൊക്കെ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നു. നിസ്സാരമായിട്ട് കണ്ടുപിടിച്ചു. ഞാൻ അതുകൊണ്ട് ഇടപെടത്തില്ല. പക്ഷെ കേരള പോലീസ് വിട്ടുകൊടുക്കുന്നതാണ്. കേരള പോലീസാ പറഞ്ഞത്. കോൺസ്റ്റബിൾ രമ്യ സുരേന്ദ്രൻ. അതിനകത്ത് നമ്മുടെ ഇതിനെ കഥാപാത്രം സുരേന്ദ്രൻ. അല്ലല്ല, നമ്മൾ ടീമായിട്ടുണ്ടെങ്കിൽ ചോദ്യമാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ചോദ്യമാണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ഷെയ്ൻ ചേട്ടനായിട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ അതെങ്ങനെയായിരുന്നു? ഇപ്പം മാർട്ടിൻ ചേട്ടനാണെങ്കിലും ഫസ്റ്റ് ടൈം ഷെയ്ൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം, എല്ലാവരുടെയും ഫസ്റ്റ് ടൈം. അപ്പം ആ രീതിയിൽ എങ്ങനെയായിരുന്നു ആ ഒരു കോമ്പിനേഷൻ വർക്ക്? ഷെയ്നായിട്ട് ഞാൻ ഷെയ്നെ ഫസ്റ്റ് കാണുന്നത് കുട്ടിയായിരിക്കുമ്പോ നന്നായി ഡാൻസ് ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ അമൃത TVയുടെ തോന്നുന്നു, അവനൊരു റിയാലിറ്റി ഷോയിലാണ് ഞാൻ ആളെ ആദ്യം ജസ്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ അബിക്കയുടെ കൂടെ ഒരു പ്രാവശ്യം ഒരു ഷോയ്ക്ക് വന്നപ്പോ അബിക്കയുടെ കയ്യെ തൂങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അങ്ങനെയൊക്കെ മാത്രമേ ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ കണ്ടിട്ടേ ഇല്ല, വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഇതിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു കോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാം. നമ്മള് എപ്പോഴും ഇതെല്ലാം ഒരു ഗീവ് ആൻഡ് ടേക്ക് അല്ലേ, നമ്മള് ഡയലോഗ്സ് പറയുമ്പോൾ എക്സ്പ്രഷൻസ് ഇതല്ല. അപ്പൊ ആള് വളരെ കൂളായിട്ട് ഞങ്ങളോട് എല്ലാവരോടും വളരെ കൂളായിട്ട് തന്നെ സഹകരിച്ച് വളരെ പഞ്ച്വലായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആളാണ്, ഒരു ക്യാരക്ടറാണ് ഷെയ്ൻ. ഞാനും ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ഷെയ്നുമായിട്ട് സംസാരിക്കുന്നത്. അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പറഞ്ഞ പോലെ സ്റ്റുഡിയോയിൽ വെച്ച് ഒരു പ്രാവശ്യം, അത് കുഞ്ഞിലെ അഭിനയിക്കാൻ വന്ന സമയത്ത് സ്റ്റുഡിയോയിൽ വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കുറേ അധികം, അതായത് ഷെയ്നെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമ ഇപ്പോൾ എന്താണ് കുമ്പളങ്ങി നൈറ്റ്സ്, അതുപോലുള്ള സിനിമകളാണ് നമ്മൾ. അതിനകത്തെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഷെയ്ൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പോലീസ് എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ എത്രമാത്രം ഒരു എന്താ പറയുക, ഒരു പക്വത ഉണ്ടാകും എന്നൊക്കെ ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സിനിമ ആ ഷൂട്ടിങ്ങിലേക്ക് വന്നപ്പോഴേക്കും പുള്ളിയെ കണ്ടപ്പോഴും പുള്ളി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞ് പുള്ളിക്ക് നമുക്ക് ഞാൻ പറയാം, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഒരു സ്നേഹവും ബഹുമാനവും
ഷെയ്ൻ എനിക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ഇടപഴകുന്ന രീതിയും കാര്യങ്ങളും. ഇപ്പോൾ കൃഷ്ണപ്രഭു പറഞ്ഞ പോലെ വളരെ പങ്ക്ച്വലായിരുന്നു. നമ്മൾ കേൾവികളെല്ലാം തകിടം മറിച്ചുകൊണ്ട്, അത് നമ്മൾ ഷെയ്നെ കുറിച്ച് കേട്ടിട്ടുള്ളതൊക്കെ വേറെ രീതിയിലൊക്കെയാണ്. അത് ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലാതെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അദ്ദേഹം വളരെ കോപ്പറേറ്റീവായിരുന്നു നമ്മുടെ അടുത്ത്. അതിപ്പോൾ ഒരു സീൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കുമ്പോഴും എല്ലാം അദ്ദേഹം വളരെ കോപ്പറേറ്റീവായിട്ട് നമ്മളടുത്ത് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞൊരു കാര്യമാണ്. തുടക്കം മുതൽ അവസാനം വരെ, അതായത് ക്ലൈമാക്സ് വരെ വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് എല്ലാവരോടും സഹകരിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ പെർഫോമൻസ് ആയാലും നമ്മൾ വിചാരിക്കുന്നതിലും ഒരു പടി മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് അദ്ദേഹം തന്നിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഒരു അഭിനയം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കൂടി കിട്ടുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആൾ റിയാക്ട് ചെയ്യുമ്പോഴേക്കും അയാളുടെ റിയാക്ഷനിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആവും. അപ്പോൾ അത്തരത്തിലൊരു പോസിറ്റീവ് എനർജി ഷെയ്ൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു. അല്ല, ശോഭി പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതായത് ഇങ്ങനെ നമ്മൾ കേട്ടുകേഴ്വി അതല്ല സത്യം, കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വേണം നമ്മൾ ഒരാളെക്കുറിച്ച് വിലയിരുത്താൻ എന്നുള്ള അഭിപ്രായം എനിക്ക് ഷെയ്ൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടുകേഴ്വി മാത്രമായിട്ട് നമുക്ക് കണക്കാക്കി തള്ളിക്കിട്ടിട്ട് അനുഭവിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പം ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം മാന്യതയുള്ള രീതിയിലാണ് ഷെയ്ൻ അവസാനം വരെ ഞങ്ങളോടൊക്കെ പെരുമാറിയത്. ഈ പറയുന്ന പോലെ പ്രായത്തെ ബഹുമാനിക്കുകയും, പിന്നെ എനിക്ക് ഷെയ്ന് ആയിട്ട് നേരിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഷെയ്ൻ്റെ ഫാദറുമായിട്ടുള്ള അബിയായിട്ട് നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. നിരവധി വേദികളിൽ ഞങ്ങൾ ഒരുമിച്ച് നാടകത്തിന് ശേഷം മിമിക്രി ശേഷം നാടകമായിട്ട് കളിച്ച് അങ്ങനെ ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. മിക്കവാറും ക്യാമ്പ് ചെയ്യുന്ന ഏരിയയിലൊക്കെ അവിടെ തന്നെ ഇവരും കാണും. 4-5 ദിവസമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പം ഒരു ഹോട്ടലിൽ തന്നെ ആയിരിക്കും കഴിയുന്നത്. അവർ ആ ഏരിയയിൽ മിമിക്രി, ഞങ്ങൾ ആ ഏരിയയിൽ തന്നെ നാടകത്തിന് പോകുന്ന സീസൺ ആകുമ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഷെയ്ൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ, ഒരു സുഹൃത്തിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒരു നിരാശ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയൊരു രീതിയിൽ. പക്ഷേ അത് എൻ്റയർലി ഡിഫറെൻ്റായിട്ട് ഈ പറഞ്ഞു പക്ക മാന്യമായ രീതി, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള, അത് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള പെരുമാറ്റ രീതിയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മാർട്ടിൻ ചേട്ടൻ ഇപ്പോൾ ആസ് എ ഡയറക്ടർ ഇപ്പം ആക്ടേഴ്സിനെ കാണുന്നത് വേറെ ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പം മാർട്ടിൻ ചേട്ടൻ അത് എങ്ങനെയായിരുന്നു? ലൈക്ക് ഹൗ കംഫർട്ടബിൾ ഹി മേഡ് യു? ഇവർ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. പുള്ളി ഭയങ്കര ഗംഭീര ആർട്ടിസ്റ്റാണ്. പുള്ളി ഭയങ്കര ടൈമിംഗ് ഉള്ള ആർട്ടിസ്റ്റാണ്, ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് അടുത്തൊരു ബിഗ് തിങ് ആയിരിക്കും പുള്ളി. അതാണ് എനിക്ക് കൂടുതൽ, പുള്ളിക്ക് പരിപാടി അറിയാം, എങ്ങനെയാണ് പരിപാടി, ടൈമിങ് പറയാനില്ല. ഞാനത് നല്ല ആർട്ടിസ്റ്റാണ്, ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ്. അപ്പം ആസ് എ ഒരു ഡെബ്യൂ ഡയറക്ടറാണ്. അപ്പം ആ രീതിയിൽ ഫസ്റ്റ് ടൈം ഇത്ര അധികം വലിയൊരു കാസ്റ്റ്, അപ്പം ഇങ്ങനെ ഒരു കാസ്റ്റ്, അതിൽ ഒരുപാട് പേര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഇവരൊക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനത്തെ ഒക്കെ ചിന്തകൾ വന്നിട്ടുണ്ടോ ബിഫോർ ഷൂട്ട്? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ജിത്തു സാറിൻ്റെ കൂടെ ആയിരുന്നു. സാറ് ഹാൻഡിൽ ചെയ്യുന്നത് കണ്ടിട്ടാണ്. കാരണം ഞാൻ ലാൽ സാറിൻ്റെ കൂടെ തന്നെയാണ് 4-5 പടങ്ങൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്, ഇത്രയും വലിയ ആർട്ടിസ്റ്റ്. അപ്പം എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ലായിരുന്നു. അത് സാറിൽ നിന്ന് പഠിച്ചാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇവരെ ഭയങ്കര ടെൻഷൻ ആക്കാതെ ഭയങ്കര കംഫർട്ട് ആക്കി. സാർ എപ്പോഴും പറയാം, അവരുള്ള ആർട്ടിസ്റ്റിനെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രയൊക്കെ ടെൻഷൻ ഉണ്ടല്ലോ ഇവരെ കംഫർട്ട് ആക്കണം, അത് നിന്റെ ഉള്ളിൽ നിൽക്കണം. അതെ അതെ, ഞാൻ ഇനി പറയണം ഷോബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഒരു ഉദ്ദേശം. അല്ല, എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്ന രമേശേട്ടൻ മാത്രമേ അതത്രേ ഉള്ളൂ. രമേശേട്ടൻ വളരെ കൂടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ച് എന്നെ ടെൻഷൻ ആക്കാം. കാരണം ഇവർ പറഞ്ഞ സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ എന്നെ ടെൻഷൻ ആക്കാം. ചിലപ്പോൾ നമ്മളിപ്പോൾ ചില സമയത്ത് ചില സീനൊക്കെ വേറെ ദിവസം പ്ലാൻ ചെയ്ത് കയറ്റി കൊണ്ടുവരും. അപ്പോൾ ഡേറ്റ് ചോദിക്കും, ഇവർ തന്നില്ല, നമ്മൾ ടെൻഷൻ ആക്കാം. അപ്പോൾ ഇവർ ഭയങ്കര കംഫർട്ടായിരുന്നു, അതുകൊണ്ട് ഞാനും ഭയങ്കര കംഫർട്ടായിരുന്നു. അല്ല, അതൊരു വലിയൊരു ഘടകം കേട്ടോ. ഡയറക്ടോറിയൽ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പെരുമാറ്റ രീതി ഉണ്ടല്ലോ. അതായത് നമ്മൾ മരുമ്പഴായിട്ട് വരട്ടി ആളുകൾ കൂടുതൽ ഇതായിട്ട് പറഞ്ഞ് കുളവാക്കുന്നതിൽ ഭേദം ഒരു ആർട്ടിസ്റ്റ് അത് എന്താണ് രീതിയിൽ മനസ്സിലാക്കിയിട്ട് അങ്ങനെ പറഞ്ഞ ആ ഒരു രീതിയിൽ പോയാൽ
അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഇതിലേക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഉള്ള കഞ്ചി കൂടെ ഫ്ലാറ്റായി എടുക്കുള്ളൂ. അല്ല വെറുതെ ടെൻഷൻ ആക്കിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനും ടെൻഷൻ ആകാൻ ഒന്നും ചെയ്യാൻ സാധിക്കും. അവനുള്ള ഇതോടെ ഇല്ലാതെ പോകുള്ളൂ. ഇപ്പോൾ 1 ഡേക്കോ 2 ഡേക്ക് ശരിയായില്ലെങ്കിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും പാനിക്കാം, പിന്നെ അവർ കിട്ടത്തില്ല. നമ്മളങ്ങനെ ടെൻഷൻ ആക്കിയിട്ട് ഒരു കാര്യമില്ല വെറുതെ. അല്ല, അങ്ങനെയുള്ള ചരിത്രമാണത്. അത് എല്ലാ നാട്യശാസ്ത്രം ഉൾപ്പെടെയുള്ളതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല. ഉണ്ടായിരുന്നു ഡയറക്ടറൊക്കെ ഭയങ്കര ബഹളം വെക്കണം, ഭയങ്കര പേടിപ്പിക്കണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. വെരട്ടി എടുക്കുക എന്നൊക്കെ പറയും. അതൊരിക്കലും നടക്കാത്ത കാര്യം. ഒരു ഇരട്ടിയൊന്നും അതിൽ നിന്നും ഒരു കലയും എടുക്കാൻ പറ്റില്ല. അവൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് കലാകാരന്മാർ സ്വതന്ത്രരാണല്ലോ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ. അപ്പം അതുകൊണ്ട് അത് അവരെ രമ്യമായ രീതിയിലുള്ള എന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുള്ളൂ. അപ്പുറത്ത് എനിക്ക് അതിൻ്റെ ഇപ്പോൾ രമേശേട്ടൻ പറഞ്ഞ എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ പഴശ്ശിരാജ് ഡബ് ചെയ്യാൻ പോകുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിച്ചു. മമ്മൂട്ടിയെ വരെ വരച്ച നിർത്തിയിട്ടുള്ള ആളാണ് ഹരിഹരൻ സാറ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരു ഭയങ്കരമായിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ മദ്രാസിലായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോകും, ഡബ് ചെയ്യും, പറ്റിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ തിരിച്ചു പോരാന്ന് പറയും. അല്ലാതെ എന്നെ കൊല്ലുമൊന്നുമില്ലല്ലോ. എന്നിട്ട് നമ്മൾ ടെൻഷൻ എടുത്താ പോകുന്നത്. ടെൻഷൻ എടുത്ത് അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ആ സ്റ്റുഡിയോയുടെ അകത്തൊരു മുറിക്കകത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഹരിഹരൻ സാർ വന്നിട്ട് അങ്ങോട്ട് നടന്നു പോയിട്ട് അവിടെ പോയി നടന്നു പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട്, ശോഭി എപ്പോൾ വന്നു? നമ്മൾ ഇന്നലെ രാത്രി വന്നു. കഴിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മളെപ്പോഴേക്കും ടെൻഷനിലിരിക്കുക. അവിടെ ചെന്നപ്പോൾ നമ്മുടെ അനിൽ ബാബുവിലെ ബാബുചേട്ടനാണ് അസോസിയേറ്റ്. പുള്ളിക്കാരൻ അപ്പുറത്ത് നിൽക്കുന്നു. എനിക്ക് സ്ക്രിപ്റ്റൊക്കെ എടുത്ത് ഡയലോഗൊക്കെ പറഞ്ഞു തരുന്നു. ഞാൻ മൈക്കിന് മുമ്പിൽ ഇരിക്കുന്നു, സാറ് കൺസോളിലിരിക്കുന്നു. ഒരു ഡയലോഗ് പറഞ്ഞു, അത് എടുത്ത് നോക്കിയിട്ട് ഞാനത് മെമ്മറൈസ് ചെയ്ത് ഓക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നതൊക്കെ നോക്കി ഡബ് ചെയ്തു. 1-2 പ്രാവശ്യം പറഞ്ഞു നോക്കി. അപ്പോൾ 2-3 ടേക്ക് പോയപ്പോൾ ഒരു ടേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മിക്കവാറും ഓക്കെ പറയുമായിരിക്കും. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുത്ത് നോക്കുമ്പോൾ ഒരാൾ ഇപ്പുറത്ത് വന്നു. നമുക്ക് ഹരിഹരൻ സാറാണ്. ഞാൻ ടെൻഷനായി. എൻ്റെ തോളത്തൊക്കെ കൈവച്ചിട്ടേ, ഷോബി ഇപ്പോൾ ഷോബി പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ നമുക്ക് ഈ എടശ്ശേന കൊങ്കൻ എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ്, പഴശ്ശിരാജയുടെ വലങ്കൈയാണ്, മറ്റാണ്. ഈ എടശ്ശേന കൊങ്കനെ കുറിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് എന്നെ എടശ്ശേന കൊങ്കനാക്കി മാറ്റി. എന്നിട്ട് പറഞ്ഞു നമുക്ക് ആ ഡയലോഗേ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ സാർ ഓക്കെ അങ്ങനെ പറയാം. അപ്പോൾ പുള്ളി പറഞ്ഞ ആ മോഡുലേഷൻ ഞാൻ കറക്റ്റ് ഇങ്ങനെ ചെവിയിൽ ചെയ്യുക. പുള്ളി അപ്പുറത്ത് പോയി ടേക്ക് എടുത്തു. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ടോപ്പാക്കി കിട്ടി. നമുക്ക് ഇത് വെക്കണോ ഇതിന് മുമ്പത്തെ ടേക്ക് വെക്കണോ? ഞാൻ പറഞ്ഞു സാർ ഇത് വെച്ചാൽ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ടേക്ക് പോവാം, അടുത്ത ഡയലോഗ് പോവാം. അപ്പം ഇത്രമാത്രം കൂളായിരുന്നു ഹരിഹരൻ സാർ എന്നുള്ളത് എനിക്ക് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഇത് ആൾക്കാരെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളെ ഹരിഹരൻ സാർ ഇപ്പോൾ അത് പറഞ്ഞ ആളുടെ അനുഭവത്തിൽ ചിലപ്പം അന്ന് ആ സമയത്ത് മൂടായിരിക്കത്തില്ലായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ ചിലപ്പോൾ അപൂർവം സംഭവിച്ചെന്നിരിക്കാം. മനുഷ്യൻ ഒരു വലിയ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടത്തിൽ ആ കസേരയിൽ ഇരിക്കുന്ന ആളിനെ അതിന്റെ ഭീകരാവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോ ഒരു തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ പോയി തീർന്നു. അതിപ്പോ ഈ ഡയറക്ടർമാർ ആരായിരുന്നാലും എത്ര എക്സ്പീരിയൻസ് ഉള്ള എത്രയോ പടങ്ങൾ ചെയ്ത ആളായിക്കോട്ടെ, ഓരോ പടം തുടങ്ങുമ്പോഴും ഈ ആദ്യത്തെ ആ അനുഭവം അവരുടെ മനസ്സിലുണ്ടാകും. അതിപ്പോൾ ഞാൻ ഉദാഹരണം പറയാൻ കാരണം വെച്ചാൽ ഞാൻ 10-52 വർഷം തുടർച്ചയായിട്ട് പ്രൊഫഷണൽ നാടകം കളിച്ചിരുന്ന ആളാണ്. നമ്മൾ എത്ര നാടകം 10-50 പരം നാടകങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, 10-20,000 സ്റ്റേജുകൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും ഓരോ നാടകവും ഓരോ ഷോയും കളിക്കാൻ പോകുമ്പം ആ തുടക്കത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട്. അത് വിട്ടുമാറിയവരാരും നടന്മാരായിട്ടോ നടിമാരായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടായാൽ അത് അവർ നടനല്ലെന്നേ പറയാൻ പറ്റും. ആക്ച്വലി ആ ഒരു ചെറിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ പോലെയാണ്. അത് ഒരു സ്റ്റാർട്ടിങ് ഒരു ഇതുണ്ടല്ലോ, അത് എല്ലാവർക്കും അതെ. ആദ്യം ഒരു സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഡേ ചെല്ലുമ്പോൾ ആ ക്യാരക്ടറിലേക്ക് ഒന്ന് കയറാൻ സമയമെടുക്കും. അതിന് അവിടെ മുതലേ പ്രശ്നമാണെന്നൊരു പിന്നെ അങ്ങോട്ട് കയറുന്നതായിരിക്കും, പിന്നെ അങ്ങോട്ട് മുഴുവൻ പ്രശ്നമായിരിക്കും അത്. അതുകൊണ്ട് അങ്ങനെ ഒരു നോക്കുന്നത് നല്ലതാണ്. പിന്നെ തുടക്കത്തിൽ ഇപ്പോൾ സിനിമയ്ക്കാകുമ്പോൾ എവിടുന്ന് വേണേലും എങ്ങനെ വേണേലും ഒക്കെ എടുക്കാമല്ലോ. ഒരു നടനോ ഒരു നടിയോ വരുമ്പോൾ ആദ്യമായിട്ട് വരുമ്പം അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു സീൻസുകൾ ചെയ്യാമെങ്കിൽ
അവർക്ക് കൂടുതൽ അതുമായിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഫസ്റ്റിലേക്ക് വരുമ്പോഴേ അവിടെ വന്നിട്ട് ഒരു പരാജയമാണ് സംഭവിക്കുന്നത്, മാനസികമായിട്ട് ഡള്ളാണ്. പക്ഷേ ഞാൻ വന്നിട്ട് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. എനിക്കാണ് ഇപ്പോഴത്തെ സംവിധായകർ അങ്ങനെയാണ്. ഒരു ഹെവി ആയിട്ടുള്ള സാധനം ഒരാളെ തുടങ്ങത്തില്ല, ഒരു ചെറിയ സാധനം ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ഹെവിയിലേക്ക് പോകുള്ളൂ. അല്ല, ബോധപൂർവ്വം അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ക്യാരക്ടറിലേക്കൊന്ന് ചെയ്യും. ഇന്നാവാൻ ഏതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നാലും അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡയറക്ടറിന്റെ ഒരു എന്താ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് തരികയാണെങ്കിൽ അയ്യോ, അതല്ല ഇപ്പൊ പറഞ്ഞത് മുഴുവൻ അതല്ലേ. ഡയറക്ടർ അങ്ങനെ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പ്രശ്നമേ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കേട്ടോ, ഷോയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ സിനിമയിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത, നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം തരുന്ന സംവിധായകന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അത് അങ്ങനെ ഒരാളാണ് മാർട്ടിൻ. അതെ, തീർച്ചയായിട്ടും നമുക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പോസിറ്റീവ്, ഗംഭീരമായ ഒരു പോസിറ്റീവ് തുടക്കമാണ് അതിന്റെ. നമ്മളെന്തെങ്കിലും ഒരു ഓവറായിട്ടുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ അത്രയും വേണ്ടത് കൃത്യമായിട്ട് പറയും, വേണ്ട അത്രയും വേണ്ട, അത് നമുക്ക് വേദനിക്കാത്ത രീതിയിലാണ്. അവിടെയാണ് നമുക്ക് വേദനിക്കാത്ത രീതിയിൽ നമ്മളെ സേഫ് ആക്കിക്കൊണ്ടാണ്. അപ്പൊ അത് ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ലോ. അത് അങ്ങനത്തെ ഒരു സംവിധാനം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പടം അങ്ങനെ, ഈ ഒരു ദൃഢം എന്ന സിനിമ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരുടെയും ഒരു മാനസികമായ പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, ആ പോസിറ്റീവ് എനർജി ഇതിനകത്ത് ടോട്ടലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രമേശ് ചേട്ടനാണെങ്കിലും സ്റ്റേജുകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഈ സ്റ്റേജ് ടു സിനിമ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, രണ്ടിലും വരുന്ന ഒരു ആക്ടിങ്ങിൻ്റെ രീതിയാണെങ്കിൽ എല്ലാത്തൊന്നും കുറച്ച് വ്യത്യാസമാണ്. സ്റ്റേജ് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ, അതായത് സ്റ്റേജിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ അതിൻ്റെ മീറ്റർ കുറച്ച് വ്യത്യാസമാണ്. അപ്പം അതിനെ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരും? അങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്ക് ആ പ്രശ്നം വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ വരുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഉള്ളത് എനിക്കറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം വെച്ച് ഈ സിനിമയിൽ, നാടകത്തിൽ നിന്ന് വന്ന് സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതായ നടന്മാർ, ഉദാഹരണം തിലകൻ ചേട്ടൻ ഉൾപ്പെടെ, ശോഭിടാച്ചൻ, തിലകൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ പല നടന്മാരും ഉണ്ട്. എത്രയോ നടന്മാർ അങ്ങനെ സിനിമയിൽ ഉണ്ട്. ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നാടകത്തിൽ നിന്ന് വന്നവരാണ്. അവരൊക്കെ നാടകത്തിൽ നിന്ന് വന്നിട്ട് ആ നാടകം വേറൊന്ന്, സിനിമ മറ്റൊന്ന്, TV സീരിയൽസ് മറ്റൊന്ന്, TV അഭിനയം വേറൊന്ന്, സിനിമയിലേക്കുള്ള ബിഗ് സ്ക്രീനിലേക്കുള്ള അഭിനയം വേറൊന്ന്, നാടകത്തിൽ സ്റ്റേജിലുള്ളതൊന്ന് വേറെ. ഇത് വേറിട്ട് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എനിക്കൊരു മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് വലിയ പരിക്കുകളില്ലാതെ തുടക്കത്തിൽ തന്നെ അങ്ങനെ പോകാൻ സാധിച്ചു. രണ്ട് മാധ്യമമാണ്, നാടകമായാലും സിനിമയായാലും രണ്ട് മാധ്യമമാണ്. നാടകത്തിൽ ഈ പറഞ്ഞ എക്സാജറേഷൻ വേണമെന്ന് പറഞ്ഞ കാര്യം എന്താ, 24 അടി സ്റ്റേജിനകത്ത് ഏറ്റവും ബാക്കി ഇരിക്കുന്ന ആളുകൾക്കും ഇയാൾ എന്താണ് പറയുന്നത്, കാണിക്കുന്നത് എന്ന് മനസ്സിലാവണം. അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ അതിന് പകരം ഞാൻ നാടകത്തിലാകുമ്പോഴേക്കും ഇങ്ങനെ നോക്കണം, എങ്കിലേ അവിടെ ഇരിക്കുന്നവർക്ക് തല തിരിക്കുന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇന്നയാളാ നോക്കുന്നതെന്നും ഇന്നയാളാ പറയുന്നതെന്നും മനസ്സിലാവും. സിനിമയിലാണെങ്കിൽ ക്ലോസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ഈ കണ്ണ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അവിടെ കൂടുതൽ എക്സ്പ്രഷൻസ് വേണ്ട, ബിഹേവ് ചെയ്താൽ മാത്രം മതി സിനിമയിൽ. നാടകത്തിൽ അത് പോരാ, കുറച്ചുകൂടി നമ്മൾ എക്സാജറേറ്റ് ആയിട്ട് കാണിക്കണം. സിനിമയുടെ അഭിനയം നാടകത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ലാതെ അയാളെ കൊള്ളത്തില്ലെന്ന് പറയും, മനസ്സിലാവത്തില്ല. നേരെ മറിച്ച് നാടകത്തിൽ അഭിനയം സിനിമയിൽ കാണിച്ചാലും അയ്യേ രണ്ട് മീഡിയാണ്, നീഡ്സും വേറെയാണ്. ഇത് തിരിച്ചറിയുക എന്നുള്ളത് ഒരു നടനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഇപ്പം ശോഭി ചേട്ടനാണെങ്കിൽ ഇപ്പം ഒരുപാട് സിനിമകളിൽ ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സിനിമ മാത്രമല്ല, സീരിയൽസ്, ഇപ്പം കാർട്ടൂണിൽ വരെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഇത്രയും പോപ്പുലറാണ്. അപ്പം അഭിനയത്തിലോട്ട് വരുമ്പം ഓൾറെഡി പല ആക്ടേഴ്സിന് കേട്ടിട്ട് ഇത് ശോഭിച്ചേട്ടൻ്റെ ശബ്ദത്തിൽ, അതായത് ശോഭിച്ചേട്ടന് വേണ്ടി ശോഭിച്ചേട്ടൻ പറയുന്ന ഒരു സമയത്ത് ആ ഒരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് അയ്യോ ഇത് മറ്റേ ആളുടെ ശബ്ദമല്ലേ, ഇന്നവിടെ ആ ഒരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രയാസം എനിക്ക് ഡബ് ചെയ്യാനാണ്. എനിക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഡബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം എനിക്ക് ഡബ് ചെയ്യാം. കാരണം ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഇത് ഞാനല്ലേ എന്ന് എനിക്ക് തന്നെ തോന്നും. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഡബ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അത് ആൾക്കാർക്ക് അറിയാലോ, ജനങ്ങൾക്കറിയാം ഡബിങ്, മറ്റേത് ഡബിങ് ആണെന്നും ഇത് ഞാൻ തന്നെയാണെന്നും ഞാനാണ് അത് ഡബ് ചെയ്തേക്കുന്നത് ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ
ഞാൻ ഇന്നലെ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഒരു ഫാമിലി എന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. മനസ്സിലാക്കിയിട്ട് അവിടെ കുറെ കുട്ടികളൊക്കെ ഉണ്ട്, കൊച്ചുകുട്ടികൾ. അപ്പൊ അവര് ഞാൻ നോക്കുമ്പോ ഇവർക്ക് എന്നോട് വന്നിട്ട് ഞാൻ ഇന്ന ആളാണോ എന്നൊക്കെ ചോദിക്കാനൊരു മടിയായിട്ട് ഇവരപ്പം തന്നെ ആ കൊച്ചിന് ഒരു കാർട്ടൂൺ എടുത്തിട്ട് കൊച്ചിനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ കൊച്ചു വളരെ കാര്യമായിട്ട് നോക്കുന്നത്. സംഭവം എന്താ, കാത്തു എന്ന് പറയുന്ന കാർട്ടൂൺ, അതിൽ കണ്ടം പൂജയ്ക്ക് ഡബിയിരിക്കുന്ന ഞാൻ. അപ്പൊ ഈ കണ്ടം പൂജയെ കാണിച്ച ആ കൊച്ചിനെ ആ കൊച്ചു വളരെ കാര്യമായിട്ട് നോക്കിയിട്ട് അത് ഇവര് ഇതിനകത്തേക്ക് നോക്കും, എന്നെ നോക്കും. എന്നോടൊന്നും ചോദിക്കാൻ പേടിയായിരിക്കും. അപ്പൊ ഞാനവിടെ ഇങ്ങനെ ചിരിക്കുകയാണ്. അതേ പറഞ്ഞ കൊച്ചുകുട്ടികൾക്ക് പോലും നമ്മുടെ ശബ്ദം കേട്ട് തിരിച്ചറിയാനും അല്ലെങ്കിൽ അവരത് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡബിങ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അതാന്ന് നമ്മളവിടെ ഇരുന്നപ്പോ ഒരു പൂച്ച വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അവൻ വിട്ടുപോയ ഇല്ലേ? ആ കണ്ട പൂച്ചയെ ഓർമ്മ വന്നു, വന്നു വെച്ച് നോക്കിയ ചക്കിപ്പൂച്ച. കൃഷ്ണപ്രഭ ചേച്ചി സ്റ്റേജിൽ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, അഭിനയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഏതാ? ലൈക്ക് ഒരുപാട് ഇനിയും ചെയ്തുകൊണ്ടിരിക്കാൻ കൂടുതൽ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് കൂടുതൽ എനർജി കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ചിലപ്പോ കൂടുതൽ നമ്മള് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇങ്ങനെ ചാൻസ് ചോദിച്ച് നമുക്കൊരു ആഗ്രഹമായിട്ട് വന്നത് സിനിമ ആയതുകൊണ്ട് തന്നെ ഇനിയും ഒത്തിരി ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളത് സിനിമയെ തന്നെയാണ് തോന്നുന്നത്. മറ്റേത് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 3 വയസ്സ് മുതലേ സ്റ്റേജിൽ തുടങ്ങിയാലും ഉള്ളത് കൊണ്ട് അതിന്റെ ഇതിപ്പോ ഭയങ്കര ഒരു എനിക്കൊന്ന് പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്ന അല്ല, അത് സ്ഥിരം ചെയ്യുന്ന ഒരു പ്രോസസ് ആണല്ലോ. അപ്പൊ അതിങ്ങനെ നീങ്ങുന്നുണ്ട്. അരങ്ങേറിയത് അല്ല 3 വയസ്സ് മുതലോ? അരങ്ങേറിയത് നമ്മള് 3 വയസ്സ് 2 ദിവസത്തെ കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മളിങ്ങനെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ട് അത് കിട്ടുമ്പോഴുള്ള അപ്പൊ സിനിമ തന്നെയാണ് നമുക്ക് കൂടുതൽ. 2 വയസ്സ് 362 ദിവസമായിരുന്നു. അതെ അതെ, അതാണ് കറക്റ്റ്. അതാ അങ്ങനെ വരുള്ളൂ. അതാണ് ഇതിന്റെ 3 വയസ്സായിട്ട്. അല്ലേ അല്ലേ, ഞാൻ ചോദിക്കും, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, കൃഷ്ണപ്രഭയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇത്തിരി ആടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നത്. അത് ചെയ്യുന്നുണ്ടല്ലോ. സിനിമയിൽ അങ്ങനെ ഒരു വേഷം വന്നാൽ വെരി വെരി ഹാപ്പി. അപ്പൊ അത് ഓർത്തോളുക. അല്ല, മാറ്റോടെ ഇപ്പം നമുക്ക് പറയാൻ പറ്റിയ ആള് മാറ്റില്ലല്ലോ. ഓക്കെ, നമുക്ക് ചെറിയ റാപ്പിഡ് ഫയർ ആയാലോ? അടുത്തത് കാപ്പിപ്പൊടിയോ? റാപ്പിഡ് ഫയർ. ഞാനൊരു വാക്ക് പറയും, അത് പറയുമ്പോൾ ആരെയും ഓർമ്മ വരണമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളെല്ലാവരും ഒരു ബോണ്ട് ഭയങ്കര രസമായിരുന്നല്ലോ സെറ്റിലുള്ളപ്പോൾ. അപ്പൊ സെറ്റിലുണ്ടായിരുന്നു നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ. ഈ ടീമില്, അതായത് ദൃഢത്തിന്റെ ഈ പോലീസ് ടീമില് ഒരു പ്രാങ്ക് കിങ് അല്ലെങ്കിൽ ക്വീൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ദിനേശാനായിരിക്കും. കാരണം ദിനേശാനാണ് വളരെ സീരിയസ് ആയിട്ട് നിന്ന് കോമഡി പറയും, നമ്മൾ തിരിച്ചു പറയുകയും ചെയ്യും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറ്റിക്കുക, എന്തെങ്കിലുമൊക്കെ ദിനേശാണ് തന്നെയാണ്. ദിനേശാനാണ് എല്ലാ കാര്യത്തിനും ചുക്കാൻ പിടിക്കുന്നത്. അല്ല, സാനിയ എടുത്ത് നമ്മൾ ഒത്തിരി പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറെ പുതിയ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജെൻസി വേർഡ്സ് ആണ്. ദിനേശ് ഇപ്പൊ ഇവിടെ നമ്മളോട് ഭയങ്കര കോമഡി ഒക്കെ പറഞ്ഞു നടത്താൻ തിരിഞ്ഞു നോക്കുമ്പോ കാണത്തില്ല. നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തെ അവിടെ ഒരു മാവിന്റെ മേലുണ്ട്, മാങ്ങായി പറിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഫുഡ് ലവർ എന്ന് പറഞ്ഞാലും എല്ലാ കാര്യത്തിനും കുറച്ച് ടെൻഷൻ കൂടുതലുള്ളത് ആരായിരുന്നു? സ്വതവേ പുള്ളിക്ക് ആ ഒരു ഇതുണ്ട്, പൊതുവെ പുള്ളിക്ക് ടെൻഷൻ. ശരിയാണോ അത്? പുള്ളി സംശയങ്ങളാണ് ആ ഒരു, പക്ഷെ അത് നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. പിന്നെ ഇപ്പം ഇതിലിപ്പം ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ്, അതായത് ഇതിങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് അതാരായിരുന്നു? ടൂ മച്ച് ഫോക്കസ് അതാരായിരുന്നു? എല്ലാരും ഡെഡിക്കേറ്റഡ് ആണല്ലോ. അല്ല, അതായത് ഇപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ഇതിലൊന്നും പോവാത്ത അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ആരും പറയുന്നു. എല്ലാവരും പിന്നെ നായകനാണ് അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ
കാരണം അങ്ങനെ ചിന്തയ്ക്ക് വകയുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് എല്ലാം പിന്നെ ഉള്ളത് പറഞ്ഞ പോലെ ഷെയ്നാണ്. ഷെയ്നിന്റെ ഒരു നായകനായതുകൊണ്ട് തന്നെ അങ്ങനെ പരിമിതി ഉണ്ടല്ലോ. ആ രീതിയിൽ പോകാനായിട്ട് അതെ, ഒരു ഷോർട്ട് ട്രാക്ക് ഒരു 15 മിനിറ്റ് മുമ്പ് പുള്ളി അതിലേക്ക് കയറും. കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കഴിയുന്നവർ അങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവരുമായിട്ട് ബോണ്ടായോ? അതിലേക്ക് എല്ലാവരും അതൊക്കെ അത് പെട്ടെന്നായിരുന്നു. ഞാൻ വിചാരിച്ചില്ല മാർട്ടിനൊന്നും ഇത്ര സിമ്പിൾ ആണെന്നുള്ള വിവരം മനസ്സിലാക്കിയില്ലായിരുന്നു. ലിത്തു സാറിൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ, അപ്പോൾ അതിൻ്റെതായ ഒരു ഇത് കാണും എന്നത് ഇത്രയും തങ്കപ്പെട്ട ഞാൻ നേരെ ചോദിച്ചു നിങ്ങളൊക്കെ എത്ര സിമ്പിൾ സത്യമായിട്ട് ഒരു തള്ളല്ല കേട്ടോ, സത്യമായിട്ട് പറഞ്ഞ മനസ്സിൽ തട്ടി പറയുന്നത്. ഓക്കെ, ഇപ്പൊ കാരവനിലൊക്കെ ആണെങ്കിലും ഫുൾ ടൈം ഫണ്ണും പരിപാടിയായിരുന്നു. പാട്ട്, സ്നാക്സ്, അങ്ങനെ ഓരോ അങ്ങനെ വേണം. നമ്മള് ഈ പണ്ട് മടുത്ത മാങ്ങാപ്പഴം എവിടെ നിന്നല്ല വരുന്നത്, തിരുവനന്തപുരത്ത് മാങ്ങാ വരുന്നു, എറണാകുളത്ത് ഈ കാരവാനൊക്കെ ഇല്ലാതിരുന്ന സമയം, ആ സമയത്തുള്ള സിനിമകളൊക്കെ ഇപ്പോ ഈ കിലുക്കം പോലെയുള്ള സിനിമകൾ, അതുപോലെ ഈ കൗണ്ടർ അടിക്കുന്ന സിനിമകളൊക്കെ പണ്ടത്തെ സിനിമകൾ, ആ സിനിമകളൊക്കെ ഇത്രയും ഹിറ്റ് ആവാനും നമുക്ക് ഇപ്പോഴും ഓർത്ത് ചിരിക്കാനും പറ്റുന്ന എന്തുകൊണ്ടാണ് ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും, ഡയറക്ടർ എല്ലാവരും കൂടി ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ഈ സീനിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും ഇംപ്രവൈസ് ചെയ്യുന്നത്. ഞാനൊരു കൗണ്ടർ ഇട്ടാൽ അടുത്ത കൗണ്ടർ അടുത്ത ആളിടും. അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പൊ നേരത്തെ കൃഷ്ണപ്രഭു പറഞ്ഞു സുരാജുമായിട്ടുള്ള ഒരു കുറിച്ച് കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു. അത് ഇവർ തമ്മിൽ പറഞ്ഞു നോക്കുമ്പോൾ അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് പറയാൻ പറ്റുന്ന കൗണ്ടറുകൾ നമുക്ക് ഇടാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇങ്ങനൊരു സാധനം ഇടാം, അപ്പൊ നീ അങ്ങനെ തരണം എന്ന് പറയാൻ അങ്ങോട്ട് വാങ്ങലുകള് വളരെ അങ്ങനെ ചെയ്യുമ്പോൾ സീനിന് ഭയങ്കരമായ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. അത് ഇപ്പൊ ഈ കാരവാൻ സംസ്കാരം വന്നതോടുകൂടി അതില്ലാതായി മാറിയിരിക്കുകയാണ്. അതിനെയാണ് ഞങ്ങൾ പൊളിച്ചത്. അതാണ് ആ ഫണ്ട് പരിപാടി. കാരവാൻ ഉണ്ടായിരുന്നേ, അതെ കാരവാൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ പൊളിച്ചതായിട്ടില്ല. അത് അപ്പം ഒപ്പം ഉണ്ടായിരുന്ന ബാക്കി ആർട്ടിസ്റ്റുകൾ, ഇപ്പം നന്ദനുണി ചേട്ടൻ, വിനോദേട്ടൻ, ദിനേശ് ചേട്ടൻ, സാനിയ, ഇവരുമായിട്ടുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു അവരുടെ ഒക്കെ? അതായത് ഇപ്പൊ സാനിയ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെ? അപ്പൊ നമുക്കങ്ങനെ പുതുമുഖങ്ങളൊന്നുമില്ല, വലിപ്പ ചെറുപ്പമൊന്നും നമുക്കില്ല. സാനിയ ഫസ്റ്റില് വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നാനുള്ള അവസരം ഞങ്ങൾ സാനിയക്ക് കൊടുത്തില്ല. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ നോക്കുകയാണെന്ന് വെച്ചാൽ സെറ്റിന്റെ ഈ ഷൂട്ടിന്റെ സമയത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു വെതർ എന്ന് പറയുന്നത്, മഴ. അതിനെ കുറിച്ചുള്ള ഓർമ്മകൾ അതുപോലും ഞങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരുന്നില്ല, ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയില്ല. ഓരോ തവണയും ടെൻഷൻ അടിച്ചിട്ട് ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിട്ടും നമുക്ക് ബ്രേക്ക് ചെയ്യാതെ അത് ഷെഡ്യൂൾ തീർക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ. പല സിനിമകളും ബ്രേക്ക് ചെയ്തിരുന്നു ആ സമയത്ത്. ചെയ്തു. ആക്ച്വലി അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ടീമിനെ കിട്ടിയത് കൊണ്ടും കൂടിയാണെന്ന് പറയാൻ പറ്റില്ല. പ്രൊഡക്ഷൻ സൈഡിലാണേലും പക്കായിരുന്നു, ഒന്നിനും ഒരു കുറവ്. നമ്മള് റബ്ബർത്തോട്ടത്തിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് മഴയത്ത് എല്ലാം ഇതും വെച്ചുകൊണ്ട് നിന്നിട്ട് അവസാനം ക്യാമറ എടുത്ത് വെളി വെക്കുമ്പോൾ മഴ പെയ്യും. അപ്പോഴേ ഓടി അകത്ത് കയറി പിന്നെ വീണ്ടും വരും. ഏറ്റവും കൂടുതൽ എളുപ്പം കാലത്ത് ഏകദേശം നേരം എടുത്ത് തീരല്ലേ. അപ്പൊ അത്തരം സാഹചര്യങ്ങളെയും മറികടന്നിട്ടാണ് ഈ ഒരു മൂവിയിലേക്ക് നമ്മൾ എത്തിയത്. അപ്പം എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ ഈ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ കാര്യം എന്ന്. അപ്പം ഈ ഒരു മൂവി എനിക്കൊരു സംശയമുണ്ട്, ഞങ്ങളെ ഇന്റർവ്യൂ ആയിരുന്നു ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യായിരുന്നു എന്നുള്ളൊരു സംശയം. അല്ല ഇത്രയും നേരം നമ്മളോട് ചോദിച്ചത് എന്താ അതിനിടെ ആദ്യത്തെ സിനിമയാണോ ഇത്? അല്ല, ഇത് എന്റെ നാലാം സിനിമയിൽ അതിരെ ആരാ? ഇതില് ഞാന് മാർട്ടിൻ ചേട്ടന്റെ അസിസ്റ്റന്റ് ആണ്. എന്റെ മൂന്നാമത്തെ സിനിമയാണ്. അതില് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയില് മാർട്ടിൻ ചേട്ടനാണ് കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി ഹാൻഡിൽ ചെയ്തിരുന്നത്. ചേട്ടന്റെ സിനിമയിൽ ഞാനാണ് ചെയ്യുന്നത്. അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം എനിക്കാണെങ്കിലും നിങ്ങൾ ഓരോ ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ ടീമായിട്ടാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും എനിക്ക് മാർട്ടിൻ ചേട്ടനോടൊക്കെ നേരിട്ട് പറയാം. അല്ല, ഇതിനകത്തെ വലിയൊരു പോസിറ്റീവ് സംഭവം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ച് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ചോദിച്ചപ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ സാധിച്ചു. അതേസമയം ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊക്കെയോ ഒരു ചോദ്യം കൂടി. ഇപ്പൊ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി നോക്കിക്കൊണ്ടിരുന്ന ആളാണ്.
ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി തെറ്റിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം അതിലേക്കുണ്ടായിരുന്നു? എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. എനിക്ക് ആക്ച്വലി ടെൻഷൻ ഫ്രീ ആയിരുന്നു ഈ ഒരു ടീമായിട്ട്. അതായത് ഇപ്പം എന്തെങ്കിലും കാര്യം എനിക്ക് ഞാൻ മുന്നേ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വെച്ചാൽ മതി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയാനാണെങ്കിലും ഇപ്പം നിങ്ങളൊക്കെ എല്ലാവരും കൂടെ UNO കളി ഉണ്ടല്ലോ, ഞാൻ യൂഷ്വലി എന്തെങ്കിലും കാര്യം കൊണ്ട് തിരക്കൊക്കെ വന്നാൽ പോലും നിങ്ങൾ എൻഗേജ്ഡ് ആണ്, പിന്നെ ഞാൻ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയാൽ മതി. അപ്പം അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ്ങും ഉണ്ടായിരുന്ന ഒരു പടമാണ്. എന്ത് ടെൻഷൻസ് വന്നാലും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാന്ന് വിചാരിക്കട്ടെ. അത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ കുറിച്ച് പറയണം. ഓഫ്കോഴ്സ് ടീം അടിപൊളി ആയതുകൊണ്ട്. അതുകൊണ്ടൊന്നും അല്ല, എല്ലാവർക്കും ഓരോ യൂണിഫോം അല്ലേ ഉള്ളൂ. അതിനകത്ത് പിന്നെ രാവിലെ വന്നിട്ട് പക്ഷെ അതിലാണെങ്കിലും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ തൊപ്പിയുള്ളതും ഇല്ലാത്തതും പോലീസുകാരല്ലാത്തവരുണ്ടല്ലോ. അല്ല, ഞാൻ പോലീസുകാരുടെ മാത്രമാണ്. അല്ല, അവരുടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട്, അവരുടെ നോക്കണ്ടേ. അതെ അതെ. അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ടീമിനെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത്. അപ്പം ദൃഢം അപ്പം മെയ് 8 ഇറങ്ങുകയാണ്. അപ്പോൾ പ്രേക്ഷകരോട് ഇപ്പൊ എന്താ പറയാനുള്ളത്? നല്ല സിനിമയായിരിക്കും. പ്രേക്ഷകരോട് പറയാനുള്ള വേറൊന്നുമില്ല, സിനിമ തിയേറ്ററിൽ പോയി കാണാം. അതെ, നല്ല സിനിമയായിരിക്കും. നല്ലൊരു സിനിമ തിയേറ്ററിൽ പോയി കണ്ട്, കാരണം പ്രേക്ഷകരാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടതും അല്ലെങ്കിൽ ഇത് വിജയിപ്പിക്കേണ്ടതും. ഇത് നമ്മൾ പറയാതെ തന്നെ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആളുകൾ 90% ആളുകളും കാണുന്ന ഒരു വിഭാഗമുണ്ട്, പോലീസുകാർ. അവർ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കും എന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാം. പോലീസ് യൂണിഫോമോട് കൂടി വന്നിരിക്കുന്ന എത്ര സിനിമകളുണ്ട്, ആ സിനിമകളിൽ 90% ആളുകൾ പോലീസുകാർ ആ സിനിമ കണ്ടിട്ടുണ്ടിരിക്കുന്നത്. അത് കാരണം അത് അയ്യപ്പനും കോശിയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ എവിടെ പോയാലും എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസറെങ്കിലും അല്ലെങ്കിൽ പോലീസുകാർ ആരായാലും ആ സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും. എന്ന് പറയുന്ന പോലെ അവർ കണ്ടിരിക്കേണ്ടതായ ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന അവർക്കാണ്. അപ്പോൾ പോലീസുകാർ തീർച്ചയായിട്ടും അതിന് ഒരു തയ്യാറായാൽ അവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത് തീർച്ചയായിട്ടും. എന്ന് കരുതി പോലീസുകാർ മാത്രം വന്നാൽ പോരാ, അവരുടെ ഫാമിലിയും കൂടെ വരണം. അങ്ങനെ എല്ലാ കാറ്റഗറി ആളുകളും തിയേറ്ററിലേക്ക് വരണം. പിന്നെ ബാക്കിയുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണല്ലോ, അവർ തീർച്ചയായിട്ടും വരുമെന്നുള്ളൊരു പ്രതീക്ഷ 100% ഉണ്ട്. പിന്നെ മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പൊതുവേ ഉള്ളൊരു നമ്മുടെ കേരളത്തിൽ മലയാളത്തിലെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അവരാരും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു പടം കണ്ടതിന് ശേഷം മൂടി വെക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് പറയാറില്ല. അതെ, മനസ്സിലായി. അതായത് ഒരു പടത്തിന്റെ ക്ലൈമാക്സ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാത്തവർ ഇങ്ങോട്ട് പറയും. അപ്പൊ അതുകൊണ്ട് ഈ സിനിമ ആദ്യം കാണുന്നവര് അവർ കഥ പറയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. അത് പറയരുത് എന്ന് നമുക്കൊരു അഭിപ്രായം പറയാൻ കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്പോയിലേഴ്സ് അവോയ്ഡ് ചെയ്യുക. ദൃഢം മെയ് 8 തിയേറ്റേഴ്സിൽ വരികയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു എവ്രി വൺ.